ഹായ് ഹലോ എല്ലാ മക്കൾക്കും ഇന്നത്തെ എഡ്യൂമേറ്റിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബേസിക് സയൻസിലെ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അതിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിൻ്റെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭിക്കുന്നതാണ്. മറ്റു വിഷയങ്ങളുടെ എല്ലാ വീഡിയോസും STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിലുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് കയ്യിൽ വെക്കുക. കാരണം മാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ക്ലിയർ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇതിൽ കണ്ടാൽ മനസ്സിലായിക്കൊള്ളണം എന്നില്ല കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും എടുത്തിട്ട് അടുത്ത് വെക്കുക, എന്നിട്ട് മാത്രം വീഡിയോ കാണാം കേട്ടോ. നമ്മൾ നോക്കാം. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ പിക്ചർ ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ. നമുക്ക് താഴെ ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്, അത് കണ്ടോ. ഇനി ക്വസ്റ്റ്യൻ എ, റൈറ്റ് സ്യൂട്ടബിൾ ടൈറ്റിൽസ് ഫോർ ദ ഫാക്ടേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ആൻഡ് ക്ലാസിഫൈ ദം. നമുക്ക് പിക്ചറിൽ തന്നിട്ടുള്ളതിന് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് എഴുതണം. മാത്രമല്ല അത് വിട്ടുപോയിട്ടുള്ള ഈ ബ്ലാങ്ക്സ് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളം സോയിലും സെക്കൻഡ് കോളം ഡ്രാഗൺ ഫ്ലൈയുമാണ്. അപ്പോൾ എന്താ മക്കളെ, സോയിലിൻ്റെയും ഡ്രാഗൺ ഫ്ലൈൻ്റെയും പ്രത്യേകത അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? സോയിൽ ഒരു നോൺ ലിവിങ് തിങ് ആണ്, അതായത് ജീവനില്ലാത്ത സാധനമാണ്. പിന്നെ ഡ്രാഗൺ ഫ്ലൈ ഒരു ലിവിങ് തിങ് ആണ്, എന്താണ്, ജീവനുള്ള സാധനമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സോയിൽ എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാറ്റാണ്, ഒരു ആവാസ വ്യവസ്ഥയാണ്. ഡ്രാഗൺ ഫ്ലൈക്ക് താമസിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ്, ഒരു ഹാബിറ്റാറ്റാണ് എന്ത്, സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ രണ്ട് രീതിയിൽ എഴുതാം. ഒന്നുകിൽ നിങ്ങൾക്ക് ആദ്യത്തേത് നോൺ ലിവിങ് തിങ്സും രണ്ടാമത്തേത് ബി ലിവിങ് തിങ്സും എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എ ഹാബിറ്റാറ്റ് എന്നും ബി ക്രിയേച്ചർ എന്നും എഴുതാം. ഓക്കെ, ഈ രണ്ട് രീതിയിൽ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ പിന്നെ അതുപോലെ സി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വാട്ടർ എഴുതാം, അല്ലെങ്കിൽ പോണ്ട് എന്ന് എഴുതാം. വാട്ടർ രണ്ടും എന്താണ്, ഒരു ഹാബിറ്റാറ്റാണ്, അതുപോലെ നോൺ ലിവിങ് തിങ്ങുമാണ്. പിന്നെ സി എന്നുള്ളത് ട്രീ, മരം എഴുതാം. ട്രീ എന്താണ്, ട്രീ ഓൾസോ എന്താണ്, ഒരു ഹാബിറ്റാറ്റുമാണ്, അതുപോലെ ഒരു നോൺ ലിവിങ് തിങ്ങുമാണ് അല്ലേ. ഇനി സെക്കൻഡ് ഡിയും എഫും ആണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അതിൽ രണ്ട് ലിവിങ് തിങ്സിൻ്റെ പേരെഴുതി കൊടുക്കുക, അല്ലെങ്കിൽ രണ്ട് ക്രിയേച്ചേഴ്സിൻ്റെ പേരെഴുതി കൊടുക്കുക. ഫ്രോഗ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രെയിൻ എഴുതാം, കൊക്ക് എഴുതാം. പിന്നെ അതുപോലെ അവിടെ എന്തൊക്കെയുണ്ട്, ക്രാബ് ഉണ്ട്, ഞണ്ടുണ്ട്, ബേർഡ് എഴുതാം, ഫിഷ് എഴുതാം. ഇതെല്ലാം നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ബി, പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഓഫ് എനി വൺ ഓഫ് ദ ഓർഗാനിസം ഇൻ ദ പിക്ചർ. ഈ മുകളിലുള്ള പിക്ചറിലുള്ള ഏതെങ്കിലും ഒരു ക്രിയേച്ചറിൻ്റെ, ഏതെങ്കിലും ഒരു ജീവിയുടെ ഒരു ഫുഡ് ചാർട്ട് ഉണ്ടാക്കാനാണ്, ഫുഡ് കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതും നമ്മൾ ഓൾസോ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിലുള്ള ഏത് ജീവിയുടെ ഫുഡ് കാർഡ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ എടുക്കുന്ന ക്രിയേച്ചർ ക്രെയിനാണ്, കൊക്കാണ്. അതിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി, അതുപോലെ സ്മോൾ ഫിഷസ്, ചെറിയ മീനുകൾ, സ്മോൾ വേംസ്, ചെറിയ ചെറിയ പുഴുക്കളൊക്കെയാണ് കേട്ടോ. ആക്ടിവിറ്റി 2, mosquito breeds in the stagnant water in discarded bottles, coconut shells and plastic covers. കൊതുകുകൾ നമ്മൾ പൊട്ടി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസിലും അതുപോലെ ചിരട്ടകളിലും പ്ലാസ്റ്റിക് കവറുകളിലൊക്കെയാണ് മുട്ടയിട്ട് പെരുകുന്നത്. A situation in which mosquito breed is given above. Write any similar situations in which two vectors breed. കൊതുക് പെരുകുന്ന സാഹചര്യമാണ് നമുക്ക് മുകളിൽ തന്നിട്ടുള്ളത്. ഇതേ സാഹചര്യത്തിൽ തന്നെ പെരുകുന്ന രണ്ട് വെക്ടേഴ്സിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്, രോഗാണു വാഹകരാണ് അല്ലേ. അതായത് രോഗം പരത്തുന്ന ബാക്ടീരിയയെയും വൈറസിനെയൊക്കെ വഹിച്ചു കൊണ്ടുപോകുന്ന, ക്യാരി ചെയ്യുന്ന ജീവികളെയാണ് നമ്മൾ എന്താ പറയുക, വെക്ടേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇതേ സാഹചര്യത്തിൽ ഈ സിമിലർ സിറ്റുവേഷൻസിൽ ബ്രീഡ് ചെയ്യുന്ന, പെരുകുന്ന രണ്ട് വെക്ടേഴ്സാണ് എന്തൊക്കെ, ഹൗസ് ഫ്ലൈ ഈച്ച, അതുപോലെ റാറ്റ് എലി. ഓക്കെ, അത് രണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ ബി, റൈറ്റ് 2 പ്രിക്വേഷൻസ് ടു അവോയ്ഡ് മൊസ്കിറ്റോ ബൈറ്റ്. കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള രണ്ട് പ്രിക്വേഷൻസ്, രണ്ട് മുൻകരുതലുകൾ എന്തൊക്കെയാണ്? യൂസ് മൊസ്കിറ്റോ ബാറ്റ്സ്, കൊതുകിനെ കൊല്ലുന്ന ബാറ്റുകൾ യൂസ് ചെയ്യാം. കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്. വൈകുന്നേരം ആവുന്ന സമയത്ത് ജനലുകളും വാതിലുകളൊക്കെ അടച്ചിടുക. ഇത് രണ്ട് നമുക്ക് എടുക്കാവുന്ന പ്രിക്വേഷൻസ് ആണ് കേട്ടോ. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ നോക്കൂ. Look at the statements related to transmission of diseases given below. Choose the right one. താഴെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് പിക്ക് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ നോക്കിക്കേ, ട്യൂബർകുലോസിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എയർ. ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് എയറിലൂടെ, വായുവിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, പകരുന്ന ഒരു രോഗമാണ്. ക്വസ്റ്റ്യൻ ബി, വേം ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡ്. വേം ഡിസീസ് എന്താണ്, ഫുഡിലൂടെയാണ് പകരുന്നത്.
സ്റ്റേറ്റ്മെന്റ് സി, ലെപ്രോസി ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. ലെപ്രോസി പകരുന്നത് എങ്ങനെയാണ്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സിലൂടെയാണ്, മനുഷ്യരിലൂടെയാണ്. ഡെങ്കി ഫീവർ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ. ഡെങ്കിപ്പനി വരുന്നത് എങ്ങനെയാണ്? കണ്ടാമിനേറ്റഡ് വാട്ടർ, മലിനമായ ജലത്തിലൂടെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്? 1 and 2 കറക്റ്റ്, 1 and 3 കറക്റ്റ്, 1 and 4 ആർ കറക്റ്റ്, 2 and 4 ആർ കറക്റ്റ്. അപ്പോൾ ഇതിൽ കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷനാണ്. 1 and 3 ആർ കറക്റ്റ് ആണ് കേട്ടോ. അതായത് ട്യൂബർക്കുലോസിസ് സ്പ്രെഡ് ചെയ്യുന്നത് എയറിലൂടെയും ലെപ്രോസി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സിലൂടെയുമാണ്. ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. ആക്ടിവിറ്റി 3, ഒബ്സർവ് ദ ഫുഡ് വെബ് ഗിവൺ ബിലോ. താഴെ നമുക്കൊരു ഫുഡ് വെബ് തന്നിട്ടുണ്ട്, കണ്ടോ? റൈറ്റ് എനി ഫുഡ് ചെയിൻസ് ഫ്രം ദ ഫുഡ് വെബ് ഗിവൺ അബവ്. ക്വസ്റ്റ്യൻ എ പറയുന്നത് ഇതിൽ നിന്ന് എന്താണ്? 2 ഫുഡ് ചെയിൻസ്, ഈ ഫുഡ് വെബിൽ നിന്ന് 2 ഫുഡ് ചെയിൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, ഞാൻ എഴുതുന്നത് നോക്കിക്കേ, പ്ലാന്റ്, റാറ്റ്, ക്യാറ്റ്, വൾച്ചർ. ഓക്കെ, ഇതൊരു ഫുഡ് വെബാണ്, ഫുഡ് ചാർട്ടാണ്. പിന്നെ അതുപോലെ പ്ലാന്റ്, വേം, ഡ്രാഗൺ ഫ്ലൈ, ഫ്രോഗ്, സ്നേക്ക്, വൾച്ചർ. ഇതൊരു അടുത്ത ഫുഡ് ചെയിൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇതിൽ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. ഇനി ക്വസ്റ്റ്യൻ ബി, വിച്ച് വൺ ഈസ് ദ ഫസ്റ്റ് ലിങ്ക് ഇൻ എ ഫുഡ് ചെയിൻ. ഒരു ഫുഡ് ചെയിനിലെ ആദ്യത്തെ ആളെന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും ഒരു പ്ലാന്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹെർബിവോർ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഒന്നുകിൽ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഹെർബിവോർ, സസ്യമോ സസ്യാഹാരികളോ ആയിരിക്കും എപ്പോഴും ഒരു ഫുഡ് ചെയിനിലെ ആദ്യത്തെ ലിങ്ക് എന്ന് പറയുന്നത്. Question C, what are the problems caused to the environment by the disappearance of snake from the food web given here? ഇവിടെ തന്നിട്ടുള്ള ഫുഡ് വെബിൽ നിന്ന് സ്നേക്ക് ഡിസപ്പിയർ ആയാൽ, സ്നേക്ക് ഇല്ലാതായാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എൻവയോൺമെന്റിന് ഉണ്ടാവുക എന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് മക്കളെ? ഇഫ് സ്നേക്ക് ഗെറ്റ് ഡിസപ്പിയർ, ഫ്രോഗ് ആൻഡ് റാറ്റ് ഗെറ്റ് സ്പ്രെഡ്. ഫ്രോഗും റാറ്റും ഒക്കെ എന്ത് ചെയ്യും? കൂടുതലായിട്ട് സ്പ്രെഡ് ആവും. ഓൾസോ വൾച്ചർ ഗെറ്റ് ഡിസപ്പിയർ. വൾച്ചർ, കഴുകൻ എന്താവും? ഡിസപ്പിയർ ആവും. കാരണം കഴുകൻ ഭക്ഷിക്കുന്നത് സ്നേക്കിനെയാണ്, അപ്പോൾ അതിന് ഭക്ഷണം കിട്ടാതെ അത് ഡിസപ്പിയർ ആവും. റാറ്റ്, ഫ്രോഗ് ഫേസ് ഷോർട്ടേജ് ഓഫ് ഫുഡ്. റാറ്റിനും അതുപോലെ ഫ്രോഗിനൊക്കെ എന്താണ്? ഭക്ഷണത്തിന് ഷോർട്ടേജ്, കുറവ് വരും, അതായത് ഭക്ഷണം കിട്ടാതെ വരും. ആക്ടിവിറ്റി 4, ഒബ്സർവ് ദ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഇൻ ദ പ്ലാന്റ് ഗിവൺ ഇൻ ദ പിക്ചർ. താഴെ തന്നിട്ടുള്ള ഈ പിക്ചറിൽ ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ മക്കളെ? നെയിം 2 അതർ പ്ലാന്റ്സ് ഇൻ വിച്ച് ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ സെയിം മാനർ. ഇതേ മാനറിൽ, ഇതേ ഫോമിൽ തന്നെ, ഇതേ രീതിയിൽ ലീവ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള 2 പ്ലാന്റ്സിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഗൂവ എഴുതാം, പേരയ്ക്ക, പേരയ്ക്കയിൽ ഇങ്ങനെയാണ് ലീവ്സ് അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തുളസിയിൽ ഇതുപോലെയാണ് അറേഞ്ച്മെൻറ്റ്സ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ബി, വാട്ട് അഡ്വാൻറ്റേജസ് ഡു ദ പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം ദിസ് കൈൻഡ് ഓഫ് അറേഞ്ച്മെൻറ്റ്. ഈ അറേഞ്ച്മെൻറ്റ്സ് കൊണ്ട് പ്ലാന്റ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജ്, ബെനിഫിറ്റ് എന്താണെന്നാണ് ചോദ്യം. എന്താണ് അഡ്വാൻറ്റേജ്? ദേ റിസീവ് മാക്സിമം സൺലൈറ്റ്. അവർക്ക് ഒരുപാട്, എത്രത്തോളം സൺലൈറ്റ് കിട്ടുമോ അത്രയും സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ക്വസ്റ്റ്യൻ സി നോക്കിക്കേ, ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ ഇൻഡിക്കേറ്റ്സ് ദ കോമ്പോണൻസ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഐഡൻറ്റിഫൈ എ, ബി, സി ആൻഡ് ഡി. നമുക്ക് ഫോട്ടോസിന്തസിസിന്, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഒരു പിക്ചറാണ് താഴെ തന്നിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയാണ് എ, ബി, സി, ഡി എന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം എ നോക്കാം. എ നോക്കിക്കേ, നമുക്കറിയാം അത് സൺലൈറ്റ് ആണ് അല്ലേ? അതിൻ്റെ ആരോ മാർക്ക് ശ്രദ്ധിക്കുക. ആരോ മാർക്ക് പ്ലാന്റ് സ്വീകരിക്കുന്നതാണ്, പ്ലാന്റിന് നേരെയാണ്, അപ്പോൾ അത് സൺലൈറ്റ് ആണ്. ഇനി ബി നോക്കൂ. ബി പ്ലാന്റിൽ നിന്ന് പുറത്ത് പോകുന്നതാണ് ആരോ മാർക്ക് അല്ലേ? അപ്പോൾ പ്ലാന്റിൽ നിന്ന് ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ട് പുറത്ത് പോകുന്നത് എന്താണ് മക്കളെ? ഓക്സിജൻ ആണ് അല്ലേ? അപ്പോൾ ബി ഓക്സിജൻ ആണ്. ഇനി സി നോക്കൂ. സി പ്ലാന്റിലേക്കാണ് ആരോ മാർക്ക് വന്നിട്ടുള്ളത്. അതായത് പ്ലാന്റ് ഫോട്ടോസിന്തസിസിൽ റിസീവ് ചെയ്യുന്ന ഒരു കോമ്പണൻ്റ് ആണ് അത്. അപ്പോൾ അതെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഇനി ഡി നോക്കൂ. ഡി പ്ലാന്റ് സ്വീകരിക്കുന്നതാണ് അല്ലേ? നമുക്കറിയാം, ഡി കണ്ടാൽ തന്നെ അറിയാം എന്താണ്? വാട്ടർ ആൻഡ് മിനറൽസ് ആണ്. വാട്ടർ എന്ന് എഴുതാം, അല്ലെങ്കിൽ മിനറൽസ് എന്ന് എഴുതാം കേട്ടോ. അല്ലെങ്കിൽ വാട്ടർ ആൻഡ് മിനറൽസ് എന്ന് എഴുതിയാലും മതി. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5. Question A. 2 children had mingled fully with a child who is affected with contagious fever. Then only one child got affected with the fever, but the other child was not affected. Why? 2 കുട്ടികൾ എന്ത് ചെയ്തു? പകർച്ചപ്പനിയുള്ള ഒരു കുട്ടിയുടെ അടുത്തിരുന്നു, അവരുമായിട്ട് ഇടപഴകി. പക്ഷെ അതിൽ ഒരാൾക്ക് മാത്രമേ പനി വന്നിട്ടുള്ളൂ, ഒരാൾക്ക് പനി വന്നില്ല. അപ്പോൾ ഈ പനി വരാത്തത് എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ഹി ഹാസ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അല്ലേ? ആ കുട്ടിക്ക് എന്തുണ്ടായിരിക്കും? നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ ബി, കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ നമുക്ക് വാക്സിനും അതുപോലെ ഡിസീസും, എന്ത് ഡിസീസിനെതിരെയുള്ള വാക്സിനാണ് എന്നുള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
ആദ്യത്തെ വാക്സിന് BCG ആണ്. BCG ഏത് ഡിസീസിനെതിരെയാണ്? ട്യൂബർകുലോസിസിനെതിരെയാണ്. അതുപോലെ നെക്സ്റ്റ് പോളിയോ വാക്സിൻ പോളിയോ ഡിസീസിനെതിരെയാണ്. പിന്നെ MR വാക്സിൻ നമ്മൾ എടുക്കുന്നത് മീസിൽസ് ആൻഡ് റുബില്ല വാക്സിൻ ആണ് കേട്ടോ. അപ്പോൾ മീസിൽസിനും റുബില്ലയ്ക്കും എതിരെയുള്ള വാക്സിനാണ് അത്. ക്വസ്റ്റ്യൻ സി, വിച്ച് വാക്സിൻസ് ഈസ് ടു ബി ടേക്കൺ അറ്റ് ദ ഏജ് ഓഫ് 10? 10-ാം വയസ്സിൽ എടുക്കുന്ന വാക്സിൻ്റെ പേരെന്താണ്? TD വാക്സിൻ, അതായത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനാണ് നമ്മളുടെ 10th ഏജിൽ എടുക്കുന്ന വാക്സിൻ കേട്ടോ. ഇനി ആക്ടിവിറ്റി 6 നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. നമുക്ക് താഴെ ഒരു പ്ലാന്റിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. നെയിം ദ പ്ലാന്റ് വിച്ച് ഗ്രോസ് ക്ലിങ്ങിങ് ടു ദ ബ്രാഞ്ച് ഓഫ് ദ മാംഗോ ട്രീ. റൈറ്റ് ദ കോമൺ നെയിം ഓഫ് സച്ച് പ്ലാന്റ്സ്. മാംഗോ ട്രീയിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു പ്ലാന്റിൻ്റെ ചിത്രമാണിത്. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പ്ലാന്റിൻ്റെ പേരെന്താണ്? ഇത് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? ഈ പിക്ചറിലുള്ള പ്ലാന്റിൻ്റെ പേര് വാൻഡയാണ്, മരവാഴയാണ്. വാൻഡ ഈസ് കോമൺലി കംസ് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് എപ്പിഫൈറ്റ്. എന്താണ്? എപ്പിഫൈറ്റ് ആണെന്നുള്ള പ്ലാന്റിൻ്റെ ഗ്രൂപ്പിലാണ് ഈ പ്ലാന്റ് വരുന്നത്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ബി നോക്കൂ. The features of roots of this plant are given below. Choose the right ones. ഈ പ്ലാന്റിൻ്റെ റൂട്ടിൻ്റെ ഫീച്ചേഴ്സ് പ്രത്യേകത നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ഒരു 4 ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ നോക്കൂ. സ്മോൾ റൂട്ട്സ് അബ്സോർബ് വാട്ടർ ഫ്രം ദ സോയിൽ ആൻഡ് തിക്ക് റൂട്ട്സ് അബ്സോർബ് വാട്ടർ ഫ്രം ദ ട്രീ. ഇതിലെ ചെറിയ റൂട്ട്സ് സോയിലിൽ നിന്ന്, മണ്ണിൽ നിന്ന് വാട്ടറും, വലിയ റൂട്ട് ട്രീയിൽ നിന്ന് വാട്ടറും അബ്സോർബ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ്, സ്മോൾ റൂട്ട്സ് ഹെൽപ്പ് ദ പ്ലാന്റ് ക്ലിങ് ഓൺ ദ ട്രീ ആൻഡ് തിക്ക് റൂട്ട്സ് ഹെൽപ്പ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ചെറിയ റൂട്ട് മരത്തിൽ പറ്റി പിടിക്കാനും അതുപോലെ വലിയ റൂട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വാട്ടർ, മോയ്സ്ചർ, ഈർപ്പം വലിച്ചെടുക്കാനും സഹായിക്കുന്നു. 3, തിക്ക് റൂട്ട്സ് അബ്സോർബ് വാട്ടർ ഫ്രം ദ സോയിൽ ആൻഡ് സ്മോൾ റൂട്ട് അബ്സോർബ് വാട്ടർ ഫ്രം ദ ട്രീ. വലിയ റൂട്ട് സോയിലിൽ നിന്ന്, മണ്ണിൽ നിന്ന് വാട്ടറും അതുപോലെ ചെറിയ റൂട്ട് ട്രീയിൽ നിന്ന് വാട്ടറും അബ്സോർബ് ചെയ്യുന്നു. 4, സ്മോൾ റൂട്ട്സ് ആൻഡ് തിക്ക് റൂട്ട്സ് അബ്സോർബ് വാട്ടർ ഫ്രം ദ ട്രീ. വലുതും ചെറിയതും 2 റൂട്ടും ട്രീയിൽ നിന്ന്, മരത്തിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 1 and 3 ആർ കറക്റ്റ്, ഓൺലി 1 ഈസ് കറക്റ്റ്, ഓൺലി 2 ഈസ് കറക്റ്റ്, 2 and 4 ആർ കറക്റ്റ്. അപ്പോൾ ആൻസർ എന്താണ്? ഓൺലി 2 ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് സ്മോൾ റൂട്ട്സ് നമുക്ക് ക്ലിങ് ചെയ്യാനും, മരത്തിൽ ക്ലിങ് ചെയ്യാനും, അതുപോലെ വലിയ റൂട്ട്, തിക്ക് റൂട്ട്സ് മോയ്സ്ചർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനാണ് ഉള്ളത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ സി, വാട്ട് വിൽ ഹാപ്പൻ ടു ദ മാംഗോ ട്രീ ഇഫ് ലൊറാന്തസ് ഗ്രോസ് ഓൺ ഇറ്റ്? വൈ? നമ്മളുടെ ഈ വാൻഡയ്ക്ക് പകരം ലൊറാന്തസ് ആണ് മാംഗോ ട്രീയിൽ വളരുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ മാംഗോ ട്രീക്ക് സംഭവിക്കുക? എന്തായിരിക്കും? ലൊറാന്തസ് ഈസ് എ സെമി പാരസൈറ്റ്. ലൊറാന്തസ് എന്ന് പറയുന്നത് സെമി പാരസൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. സോ ഇറ്റ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ മാംഗോ ട്രീ. അതുകൊണ്ട് തന്നെ അതിന് ആവശ്യമായിട്ടുള്ള വാട്ടറും മിനറൽസും മാംഗോ ട്രീയിൽ നിന്ന്, ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് അബ്സോർബ് ചെയ്യും. സോ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദ ഹോസ്റ്റ് പ്ലാന്റ്. അതുകൊണ്ട് ഇത് ഹോസ്റ്റ് പ്ലാന്റിന് അല്ലെങ്കിൽ മാംഗോ ട്രീക്ക് എന്താണ്? ഹാംഫുൾ ആണ്, നല്ലതല്ല. ഓക്കെ, അപ്പോൾ പതുക്കെ നമ്മുടെ മാംഗോ ട്രീ അല്ലെങ്കിൽ ഈ ഹോസ്റ്റ് പ്ലാന്റ് നശിച്ചു പോകാൻ അത് കാരണമാവും. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 7, കീപ്പ് അവേ ഡിസീസസ്. കോളറ, ഡെങ്കി ഫീവർ, ക്യാൻസർ, ഡയബറ്റിസ്, ജോണ്ടിസ്, ചിക്കുൻ ഗുനിയ, COVID-19, ഹെഡ് ഏക്ക്, ടൂത്ത് ഏക്ക്, ഇത് തുടങ്ങിയിട്ടുള്ള കുറച്ച് ഡിസീസസിൻ്റെ പേര് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എ എന്താണ്? എ പോർഷൻ ഓഫ് എ പോസ്റ്റർ പേസ്റ്റഡ് അറ്റ് ദ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഈസ് ഗിവൺ അബവ്. എക്സാമിൻ ദ പോസ്റ്റർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബിളി. നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൻ്റെ മുന്നിലുള്ള ഒരു പോസ്റ്ററിൻ്റെ കുറച്ച് പോർഷനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഈ ടേബിളിൽ കറക്റ്റായിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്ത് എഴുതണം. ഈ ടേബിളിൽ 2 നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നിൽ ജോണ്ടിസും ഒന്നിൽ ടൂത്ത് ഏക്കുമാണ് തന്നിട്ടുള്ളത്. അതായത് ജോണ്ടിസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്, പകരുന്നതാണ് അല്ലേ. ടൂത്ത് കെയർ നോൺ കമ്മ്യൂണിക്കബിൾ ആണ്, പകരാത്തതാണ്. അപ്പോൾ നമുക്കിതിനെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നായിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് എഴുതാം. ഇനി കമ്മ്യൂണിക്കബിൾ ഡിസീസിന് 2 എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ? ചിക്കുൻ ഗുനിയയും അതുപോലെ കോളറയും. അപ്പോൾ നമുക്ക് സിയും ഇയും ചിക്കുൻ ഗുനിയ, കോളറ എന്ന് എഴുതാം. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് എക്സാമ്പിൾ ആണ് എന്തൊക്കെ? ക്യാൻസറും ഹെഡ് ഏക്കും. അതായത് 2ഉം പകരാത്ത ഡിസീസസ് ആണ്. അപ്പോൾ നമുക്ക് ഡിയും എഫും ക്യാൻസർ, ഹെഡ് ഏക്ക് എന്ന് 2ആയിട്ട് എഴുതാം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ബി നോക്കൂ. റൈറ്റ് എനി 2 ways by which contagious diseases are transmitted. കണ്ടേജിയസ് ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 2 വഴികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ 2 രീതികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ത്രൂ ഇൻസെക്ട്സ്, ത്രൂ സോയിൽ അല്ലെങ്കിൽ ത്രൂ എയർ, ഇതിലൂടെ എല്ലാം എന്താണ്? രോഗങ്ങൾ പകരുന്നുണ്ട്. അപ്പോൾ അത് എഴുതാം. ഇനി ക്വസ്റ്റ്യൻ സി, റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 2 contagious diseases affecting plants.
ഇനി പ്ലാന്റ്സിനെ ബാധിക്കുന്ന 2 കണ്ടേജിയസ് ഡിസീസസിന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെഴുതാം? ബഡ് റോട്ട് ഓഫ് കോക്കനട്ട് എഴുതാം, ബ്രൗൺ ലീഫ് ഇൻ റൈസ്. ഇത് രണ്ടും നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാവുന്നതാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണോ എഴുതിയിട്ടുള്ളത്? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ആൻസേഴ്സൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ശരി, നമ്മൾ ഓൾറെഡി മറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ കണ്ടു നോക്കുക. മറ്റ് വിഷയങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് വൈകാതെ. അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. എങ്കിൽ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്